കാടകം പൊക്കുവിറകനായി. അപ്പോൾ നിശീതിനി കാലവും വന്നു. ഇടിയും മഴയും മിന്നലും നിശീതിനി കാലവും വർഷവും വന്നു. നിശീതിനി കാറ്റും മഴയുമായി നിന്നും പുറത്തു വളഞ്ഞേ നിന്ന കുളിരും പുറത്തു വരഞ്ഞേട്ടം. പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു. പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു. പിന്നെ കരങ്ങളും തമ്മിൽ പിടിപെട്ടു. പിന്നെ ധൈര്യവും വിട്ടുറങ്ങിയിടാതെ അപ്പോൾ വനചരജാതികളാൽ നമുക്ക് ഉൽപ്പന്നമായ ഭയത്തെ മറന്നിടോ ഉൽപ്പന്നമായ ഭയത്തെ മറന്നിടോ. പിന്നെ പുലർന്ന സമയം ഗുരുവരൻ തന്നുടെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തിപ്പിടിച്ചു. ഗുരുവരൻ തന്നുടെ കാരുണ്യമോട് നമ്മെ തിരഞ്ഞെത്തിപ്പിടിച്ചു. പുണർന്നത് ഓർത്തു കാണ അന്ന് ഗുരുവരുൾ ചെയ്തു, നിങ്ങൾക്കെന്ന് വന്നു സമസ്ത ഗുണങ്ങൾ എന്നുള്ളതോ നാനാ ഗുണകീർത്തി വിദ്യാസമസ്തമായി നന്നായി പരിപൂർണമായി വരുമെന്നതും. ഇത്തരം മോദേന സദ്ഗുരു നമ്മോടും എത്രയും ആശിഷു നൽകിയില്ലയോ. ഇന്നും ഓരോന്നു നാം അന്നു കളിച്ചതും ഇത്തരം ഓരോന്ന് നാം അന്നു കളിച്ചതും ആന കളിച്ചതും കോട്ടി കളിച്ചതും കുട്ടിയും കോലും കളിച്ചതും അന്ന് കളിച്ചതും ആന പുറത്തേറിയതും ഗോളി കളിച്ചതും ഇന്ന് നാം ഓരോന്ന് നാം അന്ന് കളിച്ചതും നന്നായി മറന്നീതോ സഖേ, തോന്നുന്നിതോ സഖേ. കാരുണ്യമുണ്ടെങ്കിൽ സൽഗുണമൊക്കെയും സൽഗുരു തന്നുടെ കാരുണ്യമുണ്ടെങ്കിൽ സദ്ഗുണമൊക്കെയും വന്നുകൂടും. ഇത്തരം മാധവവാക്യങ്ങൾ കേൾക്കിയാൽ ഉത്തമ ഭൂസുരൻ മെല്ലവേ ചൊല്ലിനാൻ. സകല കലാവിദ്യ നാനാ നിഗമ സകല കലാവിദ്യ നാദബിന്ദുക്കൾ സമസ്താത്മകൻ ഭവാൻ നാനാചരാചര ലോകത്തിനൊക്കെയും സ്ഥാനമായിരിക്കും പരമഗുരു ഭഗവാൻ ശാന്തിവനിഗ്രഹേ വിദ്യ പഠിപ്പതിനെ ഒന്നിച്ചു വന്നതും അത്ഭുതം. ഇത്തരം ചൊന്നത് കേട്ടുമോദത്തോടും അച്യുതൻ വിപ്രേന്ദ്രനോട് ഇതം ചൊല്ലിന. അജിത ജയ മാധവ വിഷ്ണു അജിത ജയ മാധവ വിഷ്ണു അജിത മാധവ
നിശ്ചല സദ്ഗുണവാരിധേ നിശ്ചല സദ്ഗുണവാരിധേ നീഹ പോരുന്ന നേരം നിശ്ചല സദ്ഗുണവാരിധേ നീഹ പോരുന്ന നേരം നമുക്കു നൽകിടുവാൻ നീഹ പോരുന്ന നേരം നമുക്ക് നൽകിടുവാൻ സദ്ഗുണവാരിധേ നീഹ പോരുമ്പോൾ നമുക്ക് നൽകിടുവാൻ ചാരുവാം പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ ചാരുവാം പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ ചാരുവാം പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതു നൽകുക ആയതു നൽകുക ആയതു നൽകുക അവർക്ക് എഴുതിയവരൊക്കെ വാങ്ങിച്ചോളൂ അവിടെ വരും ആയതു നൽകുക ചാരുവാം പ്രാവൃതം കൊണ്ടിങ്ങു പോന്നിതോ ആയതു നൽകുക ആയതു നൽകുക ആയതു നൽകുക നീ ഇപ്പോഴേ ആയതു മൂലം ഗുണമേറ്റമായി വരും ആയതു മൂലമേറ്റം ഗുണമായി വരും മൽഭക്തരായവർ നൽകുന്നതൊക്കെയും എന്റെ ഭക്തന്മാർ നൽകുന്നതൊക്കെയും എന്റെ ഭക്തന്മാർ നൽകുന്നതൊക്കെയും അപ്പോഴേ ഞാൻ പൂജിച്ചിടുമറിയണം നല്ല ഫലം നല്ല ഫലം നല്ല ഫലം ജലം നല്ല കുസുമങ്ങൾ നല്ല സദ്ഭക്തരായുള്ളവർ ഈ നല്ല സദ്ഭക്തരായുള്ളവർ നൽകുകയിൽ ഇടവട്ടി ദേശത്തുള്ള നല്ല സദ്ഭക്തരായുള്ളവർ നൽകുകയിൽ നല്ലവണ്ണം ഇഷ്ടമായി വരുവിടൂ സഖേ നല്ല സദ്ഭക്തരായുള്ളവർ നൽകുകയിൽ നല്ലവണ്ണം ഇഷ്ടമായി വരുവിടൂ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാധിപത്വം നൽകിയോ അല്ലാതെ ഭക്തിഹീനന്മാർ ത്രിലോകാധിപത്വം നൽകിയോ മോദിക്കയില്ല ഞാൻ മോദിക്കയില്ല ഞാൻ
ഇത്തരം വാക്കുകൾ കേട്ട് വിപ്രന്തത ഉത്തമനാകും മുകുന്ദനുടെ കക്ഷയെ ഒളിച്ചു വച്ചയുടെ മൃതകത്തെ തക്ഷണം നാടിച്ചു നൽകാതിരുന്നതു. അപ്പോൾ മുകുന്ദനും മാനസേ ചിന്തിച്ചു, സൽപുമാരാം 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 ഇവൻ അർത്ഥത്തിനെന്നെയും ചിത്തെ ഭജിച്ചതില്ല. ഇതർത്ഥത്തിലേതുമേ ചിത്തത്തിൽ ആശയില്ല. ഈ വിപ്രന്ത ചിത്തത്തിൽ ആശയില്ല. ഇന്നിവനെങ്കിലും തൽപതി തന്നോട് തൽപത്നി തന്നുടെ വാക്കിനാൽ തൽ ഭാര്യ തന്നുടെ വാക്കിനാൽ അർത്ഥത്തിനിപ്പോൾ ഇവിടെ വരിക കൊണ്ടിന്നു ഞാൻ, ഇവിടെ വരിക കൊണ്ടിന്നു ഞാൻ ദേവകൾക്കും ലഭയാതെ ദാനങ്ങളെ കേവലം ഭക്തവിപ്രന്മ നൽകിയിടുവൻ. ഇത്തം വിചാരിച്ചു മാധവൻ വിപ്രനോട് ഉത്തമനാം നിൻ കിഴിയന്ത് ഇതിലെന്നും ചോദിച്ചു. ഭാണ്ഡം പിടിച്ചടിക്കുന്നത് അഴിക്കുമിതു ഭാണ്ഡം പിടിച്ച് ഭാണ്ഡം പിടിച്ച് ഭാണ്ഡം പിടിച്ചു ഭാണ്ഡം പിടിച്ച് ഭാണ്ഡം പിടിച്ചഴിക്കുമിതു അഴിക്കുമിതു വരിവരിയായി സമർപ്പിക്കണം ഒറ്റ വരി. ഭാണ്ഡം പിടിച്ച് അഴിക്കുമിതു ഭാണ്ഡം പിടിച്ചഴിക്കുമിതു ഭാണ്ഡം പിടിച്ചഴിക്കും ഭഗവാൻ വിപ്രന്റെ കയ്യിലിരുന്ന ഭാണ്ഡം